നമസ്തേ. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കാവുകൾ എന്ന് പറഞ്ഞാൽ ഇന്ന് ശരി കാവുകൾ ഇല്ലാണ്ടായി 90% കാവുകളും ക്ഷേത്രങ്ങളായി മാറേണ്ട അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞു. കാവുകളൊക്കെ മാറ്റി ക്ഷേത്രവൽക്കരിക്കുന്ന കാലഘട്ടമല്ലേ. അപ്പോൾ ഇത് ശരിക്കും പ്രമാണങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണോ ഇത് നടക്കുന്നത്? കാവുകളെ ഇതുപോലെ മൂർത്തി ഭാവം മാറ്റിയിട്ടും അതുപോലെ തന്നെ ആ ദേവതയുടെ നേദ്യങ്ങൾ മാറ്റാനും ആർക്കെങ്കിലും അധികാരമുണ്ടോ? അപ്പം അത് ഞാനിന്ന് നമ്മുടെ FB പേജിൽ ഒരു അഭിനവ ബാലാനന്ദ ഭൈരവ എന്നുള്ളവരുടെ ഒരു പോസ്റ്റ് കാണാനിടയായി. അവരെഴുതിയ കുറേ കാര്യങ്ങളുണ്ട് കാവുകളെ പറ്റി. അതിനെ ആസ്പദമാക്കിയിട്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നമുക്ക് സംസ്കൃതത്തിൽ വലിയൊരു പാണ്ഡിത്യമുള്ള ആളെന്നല്ല ഞാൻ. അപ്പോൾ സംസ്കൃത ഗ്രന്ഥത്തിൽ പറയുന്ന കുറച്ച് കാര്യങ്ങളാണ്. സിദ്ധസാഗര ഗ്രന്ഥത്തിലും പഞ്ചരാത്രരക്ഷ എന്ന ഗ്രന്ഥത്തിലോ ജീർണോദ്ധാരത്തിന് ആയ ക്ഷേത്രങ്ങളെ പറ്റി പറയുന്ന ആചാര്യം വിവരിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. അതിലാദ്യത്തെ ഒരു പ്രമാണം എന്ന് പറഞ്ഞാൽ യാ മൂർത്തിയേന തന്ത്രേണ യാദൃശ്യേനാധികാരിണ പ്രഥമേ കൽപ്പനേ സൈവ ദ്വിതീയേ കൽപ്പനേ ഭവേ മൂർത്തി സദ്ദേവതന്ത്രം ച സ ഏവ സ്ഥാപക പുന തന്ത്രാധികാരി മൂർത്തിന വ്യതയെ കൽപ്പിതേ സതി നൃണാം നരപദേ ശൈവ രാഷ്ട്രസ്ഥേ ച ഭവേത് ക്ഷയ. ഇത് സിദ്ധസാഗരം അതുപോലെ തന്നെ പഞ്ചരാത്രരക്ഷ എന്ന ഗ്രന്ഥത്തിലും ആചാര്യം വിവരിക്കുന്ന ഒരു കാര്യമാണ് ജീർണോദ്ധാരമായ ക്ഷേത്രങ്ങളെപ്പറ്റി. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഏതൊരു മൂർത്തിയാണോ ഏത് തന്ത്രത്തെ കൊണ്ട് അത് അധികാരികമായി ആദ്യമായിട്ട് പ്രതിഷ്ഠിച്ചത് അല്ലെങ്കിൽ കൽപ്പിക്കപ്പെട്ടു അത് തന്നെയാകണം രണ്ടാമത്തേതിലും എന്നാണ് പറയുന്നത്. ആരാണോ പൂർവികമായിട്ട് അത് പ്രതിഷ്ഠിച്ചത് ആ ദേവൻ്റെ സ്വരൂപം എന്താണോ അതുപോലെ തന്നെ ആയിരിക്കണം വീണ്ടും അത് ചെയ്യുമ്പോൾ ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. തന്ത്രാധികാരിക്ക് മൂർത്തിയുടെ വ്യതയം അഥവാ വ്യത്യാസം കൽപ്പിച്ചാൽ അത് മനുഷ്യരുടെയും നരപതിയുടെയും അതുപോലെ രാഷ്ട്രത്തിൻ്റെയും ക്ഷയത്തിന് ഹേതുവായിത്തീരും എന്നാണ് ആചാര്യൻ ആ പ്രമാണം കൊണ്ട് ഉദ്ദേശിച്ച് പറയുന്നത്. അപ്പോൾ ഇനി പരമേശ്വര ആഗമത്തിൽ പ്രതിഷ്ഠാധ്യായത്തിൽ വിശേഷണ സ്വയം വ്യക്തിയെ ദിവ്യ എന്ന് തുടങ്ങി പറയുന്ന ന ലക്ഷണാന്തരം ഗുരു ന പ്രമാണാന്തരം തഥാന്ന് നദുദ്രവ്യാന്തരം ചൈവ ന കുര്യാകിയാന്തരം മദ്രാന്തരം ന ഗുരുവീത സർവം കുര്യാദ്യതാപുരം കുര്യാച്ചേദേവമാദീന വിപരൈ മഹാമതേ രാജ്ഞോ രാഷ്ട്രത്യനാശ സ്വത്വാ സർവ സ്വാഭിസ്വസന്തതേ എന്ന് പറയുന്ന ഒരു പ്രമാണം പറയുന്നുണ്ട്. ന ലക്ഷണാന്തരം ഗുരുത്വാന പ്രമാണാന്തരം തഥാ. ലക്ഷണങ്ങളെ മാറ്റിമറിക്കരുത്. ഒരു ദേവാലയത്തിന് ദേശവ്യവസ്ഥയ്ക്ക് അനുസരിച്ചിട്ടായിരിക്കും അവിടുത്തെ ലക്ഷണത്തെ ആധാരമാക്കി സൃഷ്ടിച്ചിരിക്കുന്നത്. അതിനെ മാറ്റാൻ അധികാരമില്ല. പ്രമാണങ്ങളെ മാറ്റരുത്. പൂജാതി കർമ്മങ്ങളിൽ പറയുന്നതായ ദ്രവ്യങ്ങളെ മാറ്റരുത്. ക്രിയകളെ മാറ്റരുത്. മന്ത്രങ്ങളെ മാറ്റി മറ്റൊന്നാക്കരുത്. എപ്രകാരമാണോ മുൻപുണ്ടായിരുന്നത് അതുപോലെ തന്നെയാകണം തുടരേണ്ടത്. അല്ല എങ്കിൽ രാജാവിൻ്റെയും രാഷ്ട്രത്തിൻ്റെയും നാശത്തിന് അത് കാരണമാകും. അതുപോലെ സ്വസന്തതികളുടെയും ആ കുലത്തിൻ്റെയും തന്നെ നാശത്തിന് അത് കാരണമാകുമെന്നാണ് പറയുന്നത്. വീണ്ടും പറയുന്നത് ഭോഗാനാം ച വിപരസ്യം മന്ത്രണാം ച വിപര്യം ധ്യാനാനാം ചൈവ മുദ്രാണാം ദേവതാനാം തദൈവ ച അന്വേഷാമേവ മാദീന വ്യത്യാസം ന സമാചരേ. അതിനുശേഷം പറയുന്ന വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഭോഗാനാം ച വിപര്യസ്യം മന്ത്രണാം ച വിപര്യം ധ്യാനാനാം ചൈവ മുദ്രാണാം ദേവതാനാം തദൈവ ച അന്വേഷാമേവ മാദീന വ്യത്യാസം ന സമാചേരത്. ഭോഗങ്ങളുടെ ദേവന്മാർക്ക് കൊടുക്കേണ്ടതായ നൈവേദ്യം മാറ്റരുത്. മന്ത്രത്തിന് വിപര്യാസം വരുത്തരുത്. ധ്യാനത്തിനും മന്ത്രത്തിനും ദേവതകൾക്കും മാറ്റം വരുത്തരുത്. ഇതൊക്കെ പ്രമാണസഹിതം എഴുതി വെച്ചിട്ടുണ്ട് ആചാര്യന്മാർ പൂർവികമായിട്ട് തന്നെ. അപ്പോൾ ഏത് ബിംബമാണോ ഏത് ശാസ്ത്രം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടത് അല്ലെങ്കിൽ ആരംഭിച്ചത് അത് പ്രസാദമായിക്കോട്ടെ നല്ല രീതിയിൽ അർച്ചിക്കപ്പെട്ട ദേവബിംബമായിക്കോട്ടെ ഇതൊക്കെ വ്യത്യാസപ്പെടുത്താൻ ആർക്കും അധികാരമില്ല. ഏതൊരുവാണ് അതിന് വിപരീതമായി മറ്റൊരു ശാസ്ത്രം കൊണ്ട് അതിനെ രചിക്കുന്നത് ആ വ്യക്തി രാജാവിനും രാഷ്ട്രത്തിനും അതുപോലെ ചെയ്യിപ്പിക്കുന്നവനും നാശത്തിലേക്ക് നയിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്ന്
നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇന്ന് നമ്മൾ ഒരു നാശോന്മുഖമായ ഒരു ക്ഷേത്രം അല്ലെങ്കിൽ ഒരു കാവോ അല്ലെങ്കിൽ ഒരു കുലത്തിലെ ആചരണ രീതികളൊക്കെ നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ നശിച്ച സ്ഥലത്ത് ഒരു രാശി വെച്ചു. അതുപോലെ തന്നെ രാശി ചിന്തനയിൽ ഇന്നേ ദേവതയെ അത് കണ്ടു. അപ്പോൾ അതിനെ പുനഃപ്രതിഷ്ഠിക്കുമ്പോൾ, അതിനെ വീണ്ടും കൽപ്പിക്കപ്പെടുമ്പോൾ, പൂർവികമായിട്ട് എന്താണോ ചെയ്തത്, പൂർവികമായിട്ട് അവിടെ എന്താണോ ആചരിച്ചത്, പൂർവികമായിട്ട് അവിടെ എന്ത് നേദ്യങ്ങളാണോ കൊടുത്തത്, ആ നേദ്യം മാറ്റാൻ ഒരുവനും, ഒരു തന്ത്രിക്കും, ഒരു ജ്യോതിഷിക്കും അധികാരമില്ല. പ്രമാണം പറയുന്ന കാര്യങ്ങളാണ്, അല്ലാണ്ട് ഇത് നമ്മളായിട്ട് പറയുന്നില്ല. പ്രമാണസഹിതം പഴയ പൂർവികർ നമ്മുടെ ആചാര്യന്മാർ എഴുതി വെച്ച പ്രമാണത്തിലേക്ക് പറയുന്നത്. പ്രസാദവും ബിംബവും ഏത് ശാസ്ത്രം കൊണ്ടാണ് നിർമ്മിക്കുന്നത് അതേ രീതിയിൽ തുടരുന്ന പറയുന്നത്. പ്രസാദാംശ ദാ ബിംബോയേന ശാസ്ത്രേണ നിർമ്മിതൗ പ്രതിഷ്ഠാംപ്യച്ച തനൈവൈവ നിത്യാദൗ പൂജയേന്തരീം യോ അർച്ചയേൻ മാർഗേണ തഥാ ചാർച്ചാഭയേ തുയം തവുബൈ കലുഷാത്മാനൗ രാജസ്സൗ രാഷ്ട്രസ്സൗ വൈ ഗുരു. അപ്പം എങ്ങനെയാണോ അത് നിർമ്മിച്ചു വെച്ചിട്ടുള്ളത്, എന്താണോ അവിടെ പൂർവികമായിട്ട് ആചരിച്ചത്, പ്രസാദവും ബിംബവും ഏത് ശാസ്ത്രം കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടത് അതേ രീതിയിൽ തന്നെ അതിനെ നിർമ്മിച്ച അതേ നിത്യാദികളെ തന്നെ വച്ച് മാത്രമേ ദേവനെ പൂജിക്കാവൂ എന്ന് പറയുന്നത്. അതല്ലാതെ മറ്റ് അന്യമാർഗങ്ങളെ കൊണ്ട് ഏതൊരുവനാണോ പൂജിക്കുന്നത് അതുപോലെ പൂജിപ്പിക്കുന്നത് അവർ രണ്ടുപേരും കലുഷ ആത്മാക്കളായിത്തീരും. അതുപോലെ അവർ രാജാവിൻ്റെയും രാഷ്ട്രത്തിൻ്റെയും ഗുരുവിൻ്റെയും കുലത്തിൻ്റെയും ദുഃഖത്തിനെയും വ്യാധിയെയും ആലയത്തിൻ്റെ നാശത്തിനായിട്ടും കൊണ്ടുവരുന്ന. അപ്പോൾ ഇതുപോലെ ഒരുപാട് പ്രമാണങ്ങളുണ്ട്. കലോത്തരാഗമത്തിൽ പറയുന്ന പ്രമാണങ്ങളുണ്ട്, ആചാര്യന്മാർ അങ്ങനെ ഒരുപാട്. എല്ലാത്തിലും പറയുന്ന ഒരു കാര്യം ഇതേ ഉള്ളൂ, എന്താണ് പൂർവീകർ. കാരണം പൂർവീകർ എന്താണോ അവിടെ ചെയ്തത്, അവിടുത്തെ ദേവതയുടെ സ്വരൂപം എന്താണോ, അവിടുത്തെ മൂർത്തി ഭാവം എന്താണോ, ആ മൂർത്തിയുടെ നേതങ്ങൾ എന്താണോ, ഇതിൽ മാറ്റം വരുത്താൻ ഒരുവനും അവകാശമില്ല, ഒരാചാര്യനും അവകാശമില്ല എന്ന് പറയുന്നിടത്താണ് ഇന്ന് കാവുകളെ മാറ്റി, കാവുകളുടെ ആ ദേവതാ സ്വരൂപത്തെ മാറ്റി വൈദികവൽക്കരിച്ച് അവിടെ പാൽപ്പായസം, അള്ളും മദ്യവും മാംസവും കൊടുത്തെടുത്ത് പാൽപ്പായസവും എഴുതിയിലും വെച്ച് കൊടുക്കുന്നു. അപ്പോൾ അത് നല്ലതാണോ നാശമാണോ നിങ്ങൾ തന്നെ അന്വേഷിച്ച് നോക്കിയത്. കാരണം ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇത് നമ്മൾ വെറുതെ പറയുന്ന കാര്യങ്ങളാണ്. പ്രമാണ സഹിതം പൂർവിക ആചാര്യന്മാർ ഇവിടെ എഴുതി വെച്ച കാര്യങ്ങളാണ്. ഇതിനെ മാറ്റാൻ അധികാരമില്ല. മൂർത്തി ഏതാണോ മൂർത്തി, ആ മൂർത്തിയുടെ സ്വഭാവത്തെയോ ഭാവത്തെയോ അതിൻ്റെ നേദ്യങ്ങളെയോ മാറ്റിക്കഴിഞ്ഞാൽ അത് ആ കുലത്തിൻ്റെയും ആ ദേശത്തിൻ്റെയും നാശത്തിന് കാരണമാവുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്ന് ചെയ്തു വെക്കുന്നത് എന്താ? നമുക്കറിയുന്ന ഒരുപാട് കാവുകളുണ്ട്, നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട് കാവുകൾ. അതുകൊണ്ടാണ് ഇത്രയും പറയുന്നത്. നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട്. കാരണം ആ വിധാനങ്ങൾ മാറ്റി അവിടെ വൈദികവൽക്കരിച്ചു. ഇപ്പം നമ്പൂതിരി വന്നിട്ട് അവിടെ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങൾ ഒരുപാടുണ്ട് നമുക്കറിയുന്നത്. ആ വിധാനങ്ങൾ അവിടെ പായസമാണ് ഉള്ളിൽ കൊടുക്കുന്നത്. അതുവരെ ചെറുപയർ, പൊങ്ങിച്ച ചെറുപയരും കൊട്ടമ്പയറും അടയും വീത്തും കള്ളും കൊടുത്ത സ്ഥലത്ത് കടുംപായസത്തിൽ ഒതുക്കിയിട്ട് ദേവതയുടെ സ്വരൂപം മാറ്റി അവിടെ കടുംപായസമാക്കി കഴിഞ്ഞാൽ അവിടെ ദേവത നിത്യചൈതന്യം മാറ്റി വാഴുമോ? ആ കുലത്തിന് ഉണർവുണ്ടാവുമോ? നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇതുപോലെ ചെയ്ത എല്ലാ കുലത്തിലെയും ഇന്നത്തെ സ്ഥിതി എന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ അന്വേഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം ജ്യോതിഷങ്ങൾ പറയുമ്പോൾ ജ്യോതിഷി പറയുമ്പോൾ അതിനെ അനുകൂലിക്കല്ല വേണ്ടത്. അതെങ്ങനെയാണ് ജ്യോതിഷി എന്ന് ചോദിക്കേണ്ട ആർജവം നമ്മുടെ കുലത്തിലെ ആൾക്കാർക്ക് വേണം. രാശി വെക്കുമ്പോൾ അതിനെ ചോദ്യം ചെയ്യാനുള്ള അവകാശം നമുക്കുണ്ട്. എന്തുകൊണ്ടാണ് ആ മൂർത്തി വ്യത്യാസം വരുന്നത്? അതിനാണ് പൂർവികമായിട്ട് ഇന്നേ ആൾക്കാരിലെ എവിടെ പൂജിച്ച് വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് പരമ്പരയിലെ ആ വിധാനത്തിൽ ചെയ്യുന്ന ആൾക്കാരെ കൊണ്ട് അത് പ്രതിഷ്ഠിക്കുകയും ആ നിത്യകർമാണങ്ങൾ ചെയ്യും വേണ്ടതെന്ന് ചോദിക്കാനുള്ള ആർജവം നമ്മളുടെ കുലത്തിലും കാവുകളിലുമില്ല ആൾക്കാർക്ക് വരണം. വന്നിട്ടില്ലെങ്കിൽ ഇതൊക്കെ നാശത്തിലേക്ക് തന്നെയായിരിക്കും. ഒരുവിധം കാവുകളൊക്കെ നശിച്ചു, മാറ്റി ഒന്നും വല്ലാണ്ടായി. അപ്പോൾ ഇനിയും ഇതേ അവസ്ഥ തുടർന്നു കഴിഞ്ഞാൽ എന്താ പറയണ്ടേ, ദേവതയുടെ സ്വരൂപം മാറ്റി ആ ക്ഷേത്രം കാവ് മാറ്റി ക്ഷേത്രം എടുത്ത് വലിയൊരു തന്ത്രിനെ കൊണ്ട് പ്രതിഷ്ഠിച്ചത് കൊണ്ട് മാത്രം നിങ്ങളുടെ പ്രയാസങ്ങൾക്കും നിങ്ങളുടെ അവിടെയുള്ള വിഷമതകൾക്കും ഒരു പരിഹാരമാവില്ല. അത് എന്താ പറയണ്ടേ, ഈ ഉള്ളതിനേക്കാൾ കൂടുതൽ നിങ്ങളെ നാശത്തിലേക്ക് നയിക്കുകയുള്ളൂ. അത് 100% സത്യമാണ്. ഇന്ന് കണ്ടുവരുന്നതും അങ്ങനെ തന്നെയാണ്. ഈ മാറ്റിയെടുത്ത പല ക്ഷേത്രങ്ങൾ ഇന്ന് ഇതുപോലെ തന്നെ ഞാൻ പോകുന്നൊരു ക്ഷേത്രമുണ്ട് എവിടെ അങ്ങ് പാറാട്ട് സൈഡിൽ, അവിടെയും സംഭവിച്ച കാര്യം ഇത്.
അവിടുത്തെ മൂർത്തിയെ മാറ്റി തന്ത്രിയാണ് പ്രതിഷ്ഠിച്ചത്. കാളി സ്വരൂപത്തെ മൂർത്തിയെ മാറ്റുമ്പോൾ വിധാനം മാറ്റി ശ്രീകോവിലിരുത്തി. അവിടെ മൊത്തം പ്രശ്നങ്ങളാണ്. വീണ്ടും പ്രശ്നം വെച്ചിട്ട് പഴയ പൂർവാചാരം പുനഃസ്ഥാപിക്കാനാണ് പറഞ്ഞത്. ആരാണോ പണ്ട് എങ്ങനെയാണോ ആ ദേവത കാളിയെ ഇരുത്തിയത് ആ പൂർവാചാരങ്ങൾ അവിടെ കൊണ്ടുവരണം. ആ പൂർവാചാരങ്ങൾ മാറ്റി പ്രതിഷ്ഠിച്ചു കഴിഞ്ഞാലേ നിങ്ങൾക്ക് ശ്രേയസ് ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരൊറ്റ കാര്യമല്ലോ, ഈ പൂർവികമായിട്ട് ചെയ്തതിനെ മാറ്റാൻ ഒരാചാര്യനും ഒരു ജ്യോതിഷത്തിലും അവകാശമില്ല. പൂർവികമായിട്ട് എന്താണോ അവിടെ ഉള്ളത് അത് അതേപടി തുടരുക. അത് പാൽപ്പായസം കൊടുക്കുന്നതായിട്ട് പാൽപ്പായസം കൊടുത്താൽ മതി. അങ്ങനെയാണ് പൂർവിക ചെയ്തതെങ്കിൽ. അതല്ല കള്ളും മദ്യം കൊടുക്കുന്നത് അതന്നെ കൊടുക്കണം. ഇനി അതല്ല കടുംപായസമാണ് നിങ്ങൾ പൂർവികർ പണ്ടേ ചെയ്ത് വന്നിട്ട് അത് നിങ്ങൾ കൊടുത്തോ, അതിൽ യാതൊരു തർക്കമില്ല. പക്ഷേങ്കിൽ ഇതൊന്നുമല്ലാതെ മാറ്റിക്കഴിഞ്ഞാൽ കള്ള് കൊടുക്കേണ്ടടുത്ത് പാൽപ്പായസം കൊണ്ടുകൊടുത്ത് കള്ളും കൊടുത്തു കഴിഞ്ഞാൽ അടി പാർസലായിട്ട് കിട്ടുന്നത്. നിങ്ങളുടെ കുലത്ത് നശിക്കാൻ വേറെ ഒന്നും വേണ്ട. അപ്പോൾ ചിന്തിക്കുക. ഇനിയെങ്കിലും വരുന്ന ഇതുപോലുള്ള പറയാൻ കാരണം പറഞ്ഞതല്ല, അതുപോലെ വീഡിയോ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇനി വരുന്ന ആൾക്കാർക്കെങ്കിലും ഒരു ബോധം ഉണ്ടായിട്ട് വെച്ചിട്ടാണ്. കാരണം നിരവധി ആൾക്കാരാണ് നിത്യവും അന്വേഷിക്കുന്നത്. നമ്മളെയൊക്കെ വിളിച്ചിട്ട് നമ്മുടെ കുലദേവതയാണെന്ന് അറിയില്ല, നമ്മുടെ കുലത്തിലെ ഇത് നശിച്ചിട്ടായില്ല, ഇതിനെ എങ്ങനെ വീണ്ടെടുക്കണം എന്നറിയില്ല. അപ്പോൾ വീണ്ടെടുക്കുമ്പോൾ എന്തെല്ലാമൊക്കെയാണ് വേണ്ടത്. അപ്പോൾ ഈ വേണ്ട കാര്യങ്ങളാണ് ഈ പറയുന്നത്. നിങ്ങൾ പൂർവികമായിട്ട് നിങ്ങൾ ഏത് കുലത്തിലാണോ ജീവിച്ചത് ആ കുലത്തിലെ ദേവതയുടെ സ്വഭാവം എന്താണോ, നിങ്ങൾ നിത്യനൈതന്യമായിട്ടുള്ള ഭക്ഷണത്തിൽ വരുന്ന അവസ്ഥ തന്നെയായിരിക്കും ആ ദേവനും കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ അതിൽ നിന്ന് വ്യത്യാസം വരുത്താതെ ആ പൂർവികമായിട്ട് എന്താണോ അവിടെ ചെയ്തത് അത് തുടരുക. അല്ലാതെ ലക്ഷങ്ങൾ വാങ്ങിയിട്ട് ലക്ഷങ്ങൾ കൊടുത്ത് വലിയൊരു ഉത്സവമായിട്ട് തന്ത്രിയെ കൊണ്ട് വലിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മാത്രം നിങ്ങൾക്ക് ഐശ്വര്യം ഉണ്ടാവില്ല. ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. നമുക്കറിയുന്നത് തന്നെ നമ്മുടെ നാട് ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്. ക്ഷേത്രത്തിൻ്റെ പേരെടുത്ത് പറയുന്നില്ല. ഒരുപാട് ഉദാഹരണങ്ങൾ. വലിയ തന്ത്രി പ്രതിഷ്ഠിച്ച ശാക്തേയം പ്രതിഷ്ഠിച്ച് പിടിച്ചു പൊളിച്ച് ചാടേണ്ട അവസ്ഥ അവിടെ. തമിഴ്പക്ഷത്തിൽ പറഞ്ഞത് അടിച്ചു പൊളിച്ച് ചാടണം, ഇങ്ങനെയല്ല വേണ്ടത്. ശാക്തേയത്തിന് 3 വിധാനത്തിൽ ഇതെടുത്തിട്ട് ശാക്തേയം ചെയ്ത ആചാരനെ കൊണ്ട് പ്രതിഷ്ഠിക്കണമെന്ന് പറഞ്ഞു. അവരത് കേട്ട് അവിടെ ഒരു ട്രസ്റ്റാണ്. അപ്പോൾ കുടുംബക്കാരും ട്രസ്റ്റും തമ്മിൽ സംവാദമാണ്. ട്രസ്റ്റുകാർ പറഞ്ഞതിൽ നമ്മൾ പൊളിക്കുന്നില്ല, നമുക്കിത് തന്നെയാണ് വേണ്ടത്. അവർക്കാണ് നാളെ മേൽക്കൈമാണ്. കുടുംബക്കാർ ഒരു വശത്ത്. എന്നിട്ടിപ്പോൾ ലാസ്റ്റ് സ്വർണ്ണപ്രശ്നം വെക്കാൻ വിധി പറഞ്ഞിട്ടില്ല. ഇനി സ്വർണ്ണപ്രശ്നം വെക്കണം പോയി. സ്വർണ്ണപ്രശ്നം വെച്ചിട്ട് നമുക്ക് നോക്കാം ഇത് പൊളിക്കാൻ വേണ്ടി വന്നു. നടക്കട്ടെ, അതാ പറഞ്ഞത്. പൈസ ഉണ്ടെങ്കിൽ സ്വർണ്ണപ്രശ്നം എന്തൊക്കെ വെക്കട്ടെ. പക്ഷേ എങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കേണ്ടത്, നിങ്ങൾ ഏത് പ്രശ്നം വെച്ച് സ്വർണ്ണം പ്രശ്നം വെച്ചാലും പ്രമാണ സഹിതം പൂർവിക ആചാര്യന്മാർ പറഞ്ഞ ഒരു കാര്യം, ഏതാണോ മൂർത്തി, ആ മൂർത്തിയുടെ സ്വഭാവം എന്താണോ, ആ മൂർത്തിയുടെ നേത്യങ്ങൾ എന്താണോ, ആ മൂർത്തിയുടെ ക്രിയകൾ എന്താണോ, ഇതിൽ മാറ്റം വരുത്താൻ ഇവിടെ ഒരു ആചാര്യനും അവകാശമില്ല എന്ന് എഴുതി വെച്ച കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ അവരവർ ശ്രദ്ധിക്കുക. അവരവരുടെ കുലത്തിന് നാശമാവേണ്ടത് അല്ലെങ്കിൽ ഉന്നതിയാവേണ്ടതെന്നില്ല കാര്യങ്ങൾ നിങ്ങൾ തീരുമാനിക്കുക. നന്ദി, നമസ്തേ.